ശ്രീ പ്രശാന്ത്, ഈ ട്രംപ് അധികാരത്തിലേക്ക് കയറാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ലോകത്തിലെ പല രാജ്യങ്ങളും കിടുകിട വിറച്ചു നിൽക്കുന്നുണ്ട്. ചില രാജ്യങ്ങൾ ട്രംപിൻ്റെ നിഴലിലൂടെ കുതിപ്പിലേക്ക് പോകാനും തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഒരു കാലത്ത് നമുക്കറിയാം, നരേന്ദ്രമോദിക്ക് അമേരിക്കയിലേക്ക് പ്രവേശം ഇല്ലാതിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഇന്ന് മോദിയെ വെൽക്കം ചെയ്യാനായിട്ട് അമേരിക്ക ഏത് സമയവും കാത്തു നിൽക്കുന്നതാണ്. അമേരിക്കയുമായിട്ട് വലിയൊരു സൗഹൃദമാണ് നമ്മൾ നിലനിർത്തി പോരുന്നത്. ഇന്ത്യക്ക് ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഒരു നടുനായകത്വം വഹിക്കുന്നുണ്ട്. എന്നാൽ ശത്രുക്കളുമുണ്ട്. ഇന്ത്യയുടെ ശത്രുത പുലർത്തുന്ന രാജ്യങ്ങളോട് അമേരിക്കയും ശത്രുതയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ നമുക്ക് അതിനൊരു വ്യാഖ്യാനം നൽകാൻ പറ്റും? ഇല്ല, അത് നമ്മൾ വളരെ ദീർഘമായിട്ട് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ പോലും മനസ്സിലാവാത്ത രീതിയിലേക്കൊരു അച്ചുതണ്ട് അല്ലെങ്കിൽ ഒരു ബന്ധം പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. സാർ പറഞ്ഞത് ആദ്യം പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അമേരിക്കൻ വിസ നിഷേധിച്ച ഒരു മനുഷ്യനെ ഇന്ന് അമേരിക്കയുടെ പ്രസിഡൻ്റ് ആകാൻ പോകുന്ന ആൾ അദ്ദേഹത്തിൻ്റെ ഗോഡ് ഫാദറിനെ പോലെ കൊണ്ടു നടക്കുന്നു. അതായത് ഇന്ത്യയുടെയും നരേന്ദ്രമോദിയുടെയും ശത്രുക്കളെല്ലാം ട്രംപിൻ്റെയും ഇപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയിരിക്കുന്ന മസ്കിൻ്റെയും ഒക്കെ ശത്രുവായിട്ട് മാറുന്നു. അതായത് റിപ്പബ്ലിക്കൻ പാർട്ടി ട്രംപിൻ്റെ പാർട്ടിയാണ്. ആ പാർട്ടിയും അല്ലെങ്കിൽ ട്രംപും അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ മസ്ക് ആണല്ലോ ഇപ്പോൾ ലോക കാര്യങ്ങൾ പോലും എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്ന പുതിയ ഒരു ഡീപ് സ്റ്റേറ്റ് ആവാന്നോ എന്ന് സംശയിക്കേണ്ട രീതിയിലേക്ക് മസ്കിൻ്റെ പ്രസ്താവനകളും ലോകക്രമത്തിൻ്റെ തീരുമാനങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പം ആ തീരുമാനത്തിനകത്ത് ഇന്ത്യയുടെ ഭാഗം കേട്ടതിന് ശേഷം തീരുമാനിക്കുക, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗം നിന്ന് ലോകക്രമത്തെ നയിക്കുന്നത് പോലെ തുടക്കത്തിൽ നമുക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നു. തുടക്കത്തിലല്ല, അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ സമയത്ത് കഴിഞ്ഞ 4 കൊല്ലം അദ്ദേഹം പ്രസിഡൻ്റായിട്ടിരുന്നപ്പോൾ നമ്മളുടെ ഭാഗമായിട്ട് പലവട്ടം നിന്നു. പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വന്നപ്പോൾ എന്തൊക്കെയോ അദ്ദേഹം ഒരു സന്യാസി ഇരുന്ന് പഠിക്കുന്നത് പോലെ പഠിച്ചതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആ 4 കൊല്ലമുള്ള പ്രസ്താവനയും ഇലക്ഷനെ നേരിടുമ്പോൾ അദ്ദേഹം സധൈര്യം അല്ലെങ്കിൽ ഒരാശങ്കയുമില്ലാതെ ഇന്ത്യയുടെ ഭാഗമായിട്ട് നരേന്ദ്രമോദിയുടെ ഭാഗമായിട്ട് എല്ലാ ഘട്ടങ്ങളും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രസ്താവനകൾ ഇറക്കിയ ഇലക്ഷനെ നേരിട്ട ഒരു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മാത്രമേ ഉള്ളൂ. സാർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഓരോ റാലിയിലും ഓരോ വിഷയങ്ങളും ഇന്ത്യ എടുക്കുന്നു, നരേന്ദ്രമോദി എടുക്കുന്നു, ഏറ്റവും അവസാനം അദ്ദേഹം ഹിന്ദു കാർഡ് വരെ എടുത്തു. വളരെ കൃത്യമായിട്ട്. അപ്പം അതിനകത്ത് ഇപ്പം തന്നെ ട്രൂഡോ എന്ന് പറയുന്ന ആൾ വളരെ കാലമായിട്ട് നമ്മളുമായിട്ട് യുദ്ധപ്രഖ്യാപനത്തിലായിരുന്നു. ഒരു പക്ഷേ ആ യുദ്ധപ്രഖ്യാപനത്തിൻ്റെ പുറകിലൊരു കൃത്യമായ സപ്പോർട്ടുണ്ട്. ആ സപ്പോർട്ടിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ട്രൂഡോ എന്ന് പറയുന്ന രാജ്യവും കാനഡ എന്ന് പറയുന്ന രാജ്യവും നമ്മൾ നിസ്സാരമായിട്ട് കാണാൻ പറ്റുന്ന ഒരു രാജ്യമല്ല സാറേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൂഡോ കാനഡയെ നയിക്കുന്ന അല്ലെങ്കിൽ ട്രൂഡോയുടെ പുറകിലുള്ള രാജ്യങ്ങൾ എന്ന് പറയുമ്പം G7 രാജ്യങ്ങളുണ്ട്. അല്ലെങ്കിൽ അമേരിക്ക ഒരു കൊല്ലം ഇത്ര കോടി രൂപ മുടക്കി അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭാഗമായിട്ട് നിൽക്കുന്ന 5 Eyesന്റെ ഭാഗമായിട്ട് നിൽക്കുന്നൊക്കെ രാജ്യമാണ്. അതായത് ട്രൂഡോ ഒരു വിഷയം കൊണ്ടുവന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് അല്ലെങ്കിൽ അവിടുത്തെ പൗരന്മാരെ ഇവിടുത്തെ രാജ്യത്ത് നിന്ന് അജ്ഞാതൻ കയറി ആക്രമിക്കുകയും കൊല്ലുകയും ഈ അജ്ഞാതൻ ഇന്ത്യയുടെ ഭാഗമാകുക. അതായത് വേറൊരു രാജ്യത്തിനകത്ത് കടന്നു കയറി അവിടുത്തെ പൗരന്മാരെ വധിക്കുന്നതിന് തയ്യാറായി എന്നുള്ള ആക്ഷേപമാണ്. അതായത് നയതന്ത്ര ബന്ധത്തിനകത്ത് വളരെ കൂടുതൽ കുഴപ്പം ചെയ്യുന്ന ഒരു ആക്ഷേപം. ഈ ആക്ഷേപം ഏറ്റുപിടിച്ചത് അമേരിക്ക. അതിനുപയോഗിച്ചത് പന്വൻ എന്ന് പറയുന്ന ആളിൻ്റെ വാക്കുകൾ. അപ്പം ഇത് പടർത്താൻ ശ്രമിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പടർത്താൻ ശ്രമിച്ചു. ജപ്പാനുമായിട്ട് നമുക്ക് ചില അസ്വാരസ്യങ്ങൾ അല്ലെങ്കിൽ നേരത്തെയുള്ള ബന്ധങ്ങൾ, ആ രീതിയിലുള്ള കാര്യങ്ങൾ. അപ്പം ഇത് വളരെ കൃത്യമായിട്ടുള്ളൊരു ഓപ്പറേഷനായിരുന്നു. നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്തിന് ഈ പറയുന്ന പ്രധാനപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളും
അല്ലെങ്കിൽ ഈ അമേരിക്കയായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങളും കാനഡയുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങളും എഗൻസ്റ്റ് ആയാൽ നമ്മളുടെ കയറ്റുമതി ഇറക്കുമതി അല്ലെങ്കിൽ നമ്മളുടെ വരുമാനത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് വരും, എക്കണോമിക്കൽ ഗ്രോത്തിനെ ബാധിക്കും. അതേ രീതിയിൽ അത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് വന്ന ട്രൂഡോയെ വളരെ കൃത്യമായിട്ട് നമ്മൾ നേരിട്ടു. നമ്മൾ പല ഘട്ടങ്ങളിൽ നേരിട്ട് ഇപ്പോൾ ആ നേരിടുന്നതിന് ശക്തി പകരാതിരിക്കാൻ വേണ്ടി ബൈഡൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ നേരിട്ടു. നമ്മുടെ ശക്തി അത്രയ്ക്ക് വലുതാണ്. നമ്മളുടെ മാധ്യമങ്ങൾ കൊണ്ട് നേരിട്ടു. നമ്മളുടെ ഈ പറയുന്ന വിദേശകാര്യമന്ത്രി ജയശങ്കർ പലവട്ടം പറഞ്ഞു, ഈ പറയുന്ന അവിടെ അതിനകത്ത് അസാരസ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഈ പ്രതിപക്ഷ നേതാക്കൾക്ക് ശക്തി പകരുന്നതിന് വേണ്ടി ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഈ പറയുന്ന പോലെ ലേബർ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്ത് എംപിമാരെ കൊണ്ട് പോലും നമ്മളുടെ ഭാഗമല്ലാതെ പറയുന്നത് ശരിയല്ല, അതുകൊണ്ട് ട്രൂഡോ മാറി നിൽക്കണമെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചാണല്ലോ ഇപ്പോൾ ട്രൂഡോയെ മാറ്റി നിർത്തിയത്. അതായത് നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ സോഫ്റ്റ് പവർ ഓപ്പറേഷൻ നേരത്തെ കൂട്ടമല്ല സാറേ. നമ്മൾ ഈ ലോകത്തിൽ അമേരിക്ക കഴിഞ്ഞാൽ ലോകക്രമത്തിൽ നമ്മൾക്കെതിരെ വരുന്ന ഒരു രാജ്യം അല്ലെങ്കിൽ നമ്മൾക്കെതിരെ വരുന്ന ഒരു രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ഓപ്പറേഷൻ ഇന്ത്യയുടെ ഭയങ്കരമാണ്. ഇന്ത്യ ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യം ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങൾ ലോകത്ത് ഏറ്റെടുക്കുന്നതും അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ ഇപ്പം തന്നെ ഇദ്ദേഹത്തിന് ഉദാഹരണമായിട്ട് ഞാൻ പറയും, ഇദ്ദേഹത്തിനെതിരെ നമ്മളൊരു കാര്യം പറയാം. നമ്മൾ പലവട്ടം ആ സമയത്ത് ഇദ്ദേഹത്തെ കടന്നാക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ നമ്മൾ വിദേശകാര്യ സെക്രട്ടറി വിളിച്ചു വരുത്തിയപ്പോൾ അല്ലെങ്കിൽ നമ്മൾ അവരെ പിൻവലിച്ചപ്പോൾ അവരുടെ വിദേശകാര്യ സെക്രട്ടറി വിളിച്ചു പറഞ്ഞ കാര്യം പറഞ്ഞപ്പോൾ ട്രൂഡോ പ്രവർത്തിക്കുന്ന പ്രവർത്തനം ആ രാജ്യത്തിന് ഉതകുന്നതല്ല, ട്രൂഡോ മണ്ടനാണെന്ന് ലോകം മൊത്തം പറയുന്ന രീതിയിലേക്ക് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് മാറില്ലേ അദ്ദേഹത്തിന്. അതായത് ഈ ട്രൂഡോയെ വെച്ചിട്ട് കാനഡയ്ക്ക് ഇനി മുന്നോട്ട് പോകാനൊക്കത്തില്ല. ഈ ട്രൂഡോയെ വെച്ചിട്ട് ഇവിടുത്തെ എക്കണോമിക്കൽ ഗ്രോത്ത് വളർത്താനൊക്കത്തില്ല. ഈ ട്രൂഡോ ഇവിടെ ഇരുന്നാൽ കാനഡ എന്ന് പറയുന്ന ഖാലിസ്ഥാൻവാദികളുടെ ഭാഗമാകും എന്നുള്ള രീതിയിലൊക്കെ ശബ്ദം ലോകത്തെല്ലായിടത്തു നിന്ന് വന്നു. അത് കാനഡയ്ക്കകത്തു നിന്ന് വന്നു. വളർത്തിയത് മുഴുവൻ അവരാണെന്നുള്ളതാണെന്നുള്ള രീതിയിലേക്ക് ആ ട്രൂഡോയുടെ മണ്ടയ്ക്ക് മാത്രമായി. അതായത് ആ രാജ്യം നാളെ കാലത്തെ നഷ്ടപ്പെടാൻ പോകുന്നതിന് പോലും കാരണക്കാരൻ ട്രൂഡോ ആണെന്നുള്ള രീതിയിലേക്ക് ലോകത്തെ രാജ്യങ്ങളെ കൊണ്ട് ചർച്ച ചെയ്യിക്കുകയും ലോകം മൊത്തം ചർച്ച ചെയ്യുകയും കാനഡയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ദീർഘകാലത്തെ പ്രോസസ്സാ. പക്ഷേ കാനഡ ഇംപ്ലിമെന്റ് ട്രൂഡോ തെറിക്കുകയും ചെയ്തു. ഏറ്റവും അവസാനം ട്രംപ് വന്നപ്പോഴത്തേക്കും ട്രൂഡോ ഫിനിഷായി. അതായത് ഇന്ത്യക്കെതിരെ വന്നാൽ ആരായാലും അവന് പതനം. ബാക്കിയുള്ള ഓരോ രാജ്യങ്ങളുടെ അവസ്ഥ സാർ ശ്രദ്ധിച്ചോ? മാലിദ്വീപ് അല്ലെങ്കിൽ പറയുന്ന ശ്രീലങ്ക, ഈ പറയുന്ന ലോകത്തെ എല്ലാ രാജ്യങ്ങളും, അതായത് നമ്മൾ അത്രയ്ക്ക് ശക്തമാണ്. അല്ല, ശ്രീലങ്കയിലെ ഭരണാധികാരി സമീപ സമയത്ത് ഇന്ത്യയിൽ വരികയും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഇന്ത്യ കഴിഞ്ഞേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഐക്യരാജ്യം ബംഗ്ലാദേശിനും പാകിസ്ഥാനുമാണ് ഇതുപോലെ അടി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പം ഇതിനകത്ത് വേറെ വലിയ നമ്മൾ ആദ്യമേ പറഞ്ഞ ആ കാര്യം നമ്മൾ പറഞ്ഞ ഒരു കാര്യം നമ്മളുടെ പവർ പറഞ്ഞാൽ ഇപ്പം രണ്ടാമതൊരു കാര്യം സാർ ശ്രദ്ധിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപിൻ്റെ പ്രസ്താവനകൾ, ട്രംപ് ഇപ്പോൾ ശത്രുവായിട്ട് പ്രഖ്യാപിക്കുന്ന ആര്? ഇന്ത്യയുടെ ശത്രു ആദ്യത്തെ ഏറ്റവും ബലമത്തായിട്ടുള്ള ശത്രു ചൈനയാണ്. ചൈനയെ മറികടന്ന് പോകുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യ വരണം. ഇതുവരെ അങ്ങനെ അല്ലല്ലോ. ബൈഡൻ തീരുമാനിച്ചു പനാമ കനാൽ ചൈനയ്ക്ക് കൊടുത്തത് തെറ്റായിപ്പോയി. അത് അന്ന് അവരുടെ കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കാൻ പറഞ്ഞത്. ഇപ്പോൾ പനാമ കനാൽ അനാവശ്യമായിട്ട് അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഉപയോഗിക്കുന്നു. ഇത് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഞങ്ങളുടെ രാജ്യത്തിന് ഭീഷണിയാണ് എന്നുള്ള പ്രസ്താവന ഇറക്കി. അതുകൊണ്ട് ചൈനയെ അങ്ങനെ വിട്ടുതരാൻ പറ്റത്തില്ല. ചൈനയോട് ഇൻഡയറക്റ്റായിട്ട് അദ്ദേഹം കയറുന്നതിന് മുമ്പ് യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. അതിനകത്ത് വലിയൊരു കാര്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ചൈനയെ പ്രതിസന്ധിയിലാക്കുകയാണ്. ചൈന പറഞ്ഞ മാനുഫാക്ചറിങ് കമ്പനിയാണ്. ചൈനയിൽ നിന്നൊരു 3 പ്രധാനപ്പെട്ട വലിയ ഫ്ലൈറ്റുകൾ അമേരിക്കയിൽ ചെന്നില്ലെങ്കിലും അമേരിക്കയെ ബാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയ്ക്ക് ലോകത്തിലെ എല്ലാ രാജ്യത്തോട്ടും സാധനം കയറ്റി വിടുന്ന രാജ്യം അല്ലെങ്കിൽ കയറ്റുമതി ഇറക്കുമതിയിൽ കൂടി വരുമാനം കണ്ടെത്തുന്നവർ ഈ രാജ്യത്തിനകത്ത് സാങ്ഷൻ ഏർപ്പെടുത്തുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ അവരുടെ പോക്കിന് കുഴപ്പം വരുന്ന ഒരവസ്ഥ വന്നാൽ ഇപ്പം നമ്മളും ചൈനയായിട്ടൊരു ബന്ധമുണ്ടല്ലോ. ഒരു മഞ്ഞുരുക്കി അത് ചൈന ബുദ്ധിപൂർവ്വമാണ്. കാരണം ഇത് ചൈന മുന്നിൽ കണ്ടു. അതിർത്തി ചൈനയ്ക്ക് ഇവിടെ വന്ന് ബിസിനസ് ചെയ്യേണ്ടി വരും സാറേ. അവിടെ സാങ്ഷൻസ് ഏർപ്പെടുത്തുക. അതുപോലെ അദ്ദേഹം വേറെ കാര്യം കൂടെ പറഞ്ഞു, കൂടുതൽ നികുതി തന്നേ ഒക്കത്തുള്ളൂ. കൂടുതൽ നികുതി അവിടുന്ന് കയറ്റിവിടുന്ന സാധനത്തിന് കാനഡയ്ക്ക് ഇത് സംഭവിച്ചു. നികുതി കൂടി രാജ്യത്തിന്റെ ഭാരം കൂടുക, എക്കണോമിക്കൽ ഇതൊക്കെ പോവല്ലേ. അപ്പം ചൈനയിൽ നിന്ന് കയറി വരുന്ന സാധനത്തിന് നികുതി വേണമെന്ന് പറയുക, അമേരിക്ക പറയുക, അല്ലെങ്കിൽ നികുതി കൂട്ടുമെന്ന് പറയുക. അപ്പം നികുതി കൂട്ടെന്ന് പറയുമ്പോഴത്തേന് ഇവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് വരും, എക്കോണമി മുഴുവൻ തകരും. അപ്പോൾ ഒരു കാര്യം ചെയ്യും, അവിടുത്തെ ചൈനയിലെ കമ്പനികൾ ഇന്ത്യയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥ വരും.
ഇന്ത്യ അത് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൾട്ടിനാഷണൽ കമ്പനികള് അത് ഞാൻ ഇതിന് സഹായമാവുക, അത് നമുക്ക് തൊഴിലവസരങ്ങൾ കൂട്ടും. ഇത് സഹായമാകുന്ന രീതിയിൽ നടപടികളിലേക്ക് പോകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ട്രംപ് സ്വന്തം രാജ്യത്തിന് വേണ്ടിയല്ല, നമ്മുടെ താല്പര്യത്തിന് ഉതകുന്ന രീതിയിൽ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് വരികയാണ്. അത് ചൈന എടുത്ത് പറയും ചൈനയെ വരട്ടും. ഈ രീതിയിലായി കഴിയുമ്പോൾ ചൈനൻ കമ്പനികൾ ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. ഇങ്ങോട്ട് വന്നാൽ ഇവിടെ വെച്ച് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. ഇവിടെ കമ്പനി ഇട്ടാൽ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് വരും. ഇവിടെ മാനുഫാക്ചറിങ് വരുമ്പോൾ ഒരു പരിധി വരെ ഇവിടുത്തെ ജനങ്ങൾക്ക് ജോലി കിട്ടും. ഇവിടുന്ന് കയറ്റുമതി ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ പ്രോഫിറ്റിന്റെ ഭാഗം തന്നല്ലേ ഒക്കൂ, അല്ലെങ്കിൽ അങ്ങനല്ലേ സംഭവിക്കത്തുള്ളൂ. അപ്പം ഈ കയറ്റുമതി ഇറക്കുമതിക്ക് അല്ലെങ്കിൽ ചൈനയെ സ്വാധീനിച്ച് നിൽക്കുന്ന സാധനങ്ങൾ അമേരിക്കയ്ക്ക് കിട്ടുകയും ചെയ്യും. ചൈനയുടെ പ്രോഫിറ്റ് കുറയ്ക്കാൻ നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്ത് കൂട്ടുകയും ചെയ്യാം. അപ്പോൾ ഈ രീതിയിലേക്കുള്ളവരൊക്കെ പല രീതിയിലേക്കുള്ള നീക്കങ്ങൾ. അതുപോലെ ജോർജ് സോറസ് ഡീപ് സ്റ്റേറ്റ് അദ്ദേഹത്തിന് ശത്രുവാണ്. ജോർജ് സോറസ് അദ്ദേഹത്തിന് ശത്രുവാണ്. ബിൽ ഗേറ്റ്സ് പുള്ളിക്ക് ശത്രുവാണ്, നമുക്കും ശത്രുവാണ്. ഇവരെല്ലാം ശത്രുവായിട്ട് പ്രഖ്യാപിച്ച് പോകുന്ന രീതിയിലേക്ക്. അതായത് പുതിയ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ശത്രു മൊത്തവും ട്രംപിൻ്റെ ശത്രുവാണ്. ഇന്ത്യയുടെ വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിൽ ക്രമങ്ങൾ അല്ലെങ്കിൽ ഈ പല രാജ്യങ്ങളെയും ഉരുത്തിരിച്ചു കൊണ്ടുവരുന്നതിന് ഇപ്പോൾ കഴിഞ്ഞ ബൈഡൻ്റെ ഭരണകാലത്ത് 6.5 ഒക്കെ നമ്മുടെ GDP ഗ്രോത്ത് വരുന്നുള്ളൂ. കാരണം ഇതിന് നമ്മുടെ ഈ അമേരിക്ക എന്നുള്ള വ്യവസായികൾ ഇവിടെ വരാൻ സമ്മതിക്കുന്നില്ല, മസ്ക് ഇവിടെ വരാൻ സമ്മതിക്കാത്തതാണ്. ഈ ബൈഡൻ്റെ ഇടപെടലുണ്ട്. അപ്പോൾ ഇപ്പം ഇദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങോട്ട് പോരട്ടെ, അമേരിക്കൻ കമ്പനികൾ ഇന്ത്യ തുടങ്ങിക്കോട്ടെ. അമേരിക്കൻ കമ്പനി ഇന്ത്യ തുടങ്ങാനുള്ള ഗുണം എന്തെന്നറിയാം, ലോകത്തുള്ള കമ്പനി മൊത്തം വരും. ഉറപ്പായില്ലേ അമേരിക്കൻ കമ്പനി ഇന്ത്യയിൽ തുടങ്ങുക, അല്ലെങ്കിൽ അമേരിക്കയിലെ വലിയ ബിസിനസ്സുകാർ ഇന്ത്യ ബിസിനസ് തുടങ്ങും, പിന്നെ അമേരിക്ക നമ്മളെ ആക്രമിക്കുന്നത് പോലുമില്ല. അവരുടെ മുതലില്ല നഷ്ടപ്പെടുന്നത്. അപ്പോഴത്തേനും പിന്നെ ബലമാവും, ലോകത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മൊത്തം. ഈ രീതിയിലുള്ളൊക്കെ നീക്കങ്ങൾ, അതായത് ചൈനയെ തീർക്കുക, അല്ലെങ്കിൽ നമ്മുടെ ചൈന വേണ്ട, അതിന് വരെ ഇന്ത്യ വരട്ടെ, ഇന്ത്യ എക്കണോമിക്കൽ ഗ്രോത്ത് വരട്ടെ. അത് ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടി ഉള്ളൊരു നീക്കം അദ്ദേഹത്തിന്. അതുപോലെ അവിടെ വെച്ചേക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭരണാധികാരികളെ മൊത്തം ഇന്ത്യ വംശജരാ സാറേ, അല്ലെങ്കിൽ ഇന്ത്യയുടെ താല്പര്യമായിട്ട് സംസാരിച്ചിട്ടുള്ള അമേരിക്കക്കാരെ മൊത്തം അദ്ദേഹത്തിൻ്റെ ഓരോ പോസ്റ്റിലും വെച്ചേക്കുന്നത് ഇന്ത്യ വംശജർ എത്ര പേരുണ്ടെന്നറിയോ? പ്രധാനപ്പെട്ട പോസ്റ്റുകൾ ഇദ്ദേഹത്തിൻ്റെ ക്രമത്തിനകത്ത്. അതുപോലെ വേറെ വെച്ചേക്കുന്ന ആൾക്കാർ ഇന്ത്യയിൽ ഒക്കെ. അതുപോലെ ഇപ്പം ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് ലാൻസ് ഗുഡൻ, ഈ പറഞ്ഞ റിപ്പബ്ലിക് പാർട്ടിയുടെ, കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടില്ലേ, എന്തിനാ അദാനിയുടെ പുറത്ത് നിങ്ങൾ കുറ്റാരോപണം നടത്തുന്നത്? അദാനി എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ പേരിൽ എന്തെങ്കിലും തെളിവുണ്ടോ? അദ്ദേഹത്തിൻ്റെ പേര് നേരത്തെ ഹിൻഡൻബർഗിൻ്റെ ഭാഗമായിട്ട് നിന്നിട്ട് അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ പോയില്ലേ? ഒരു വലിയ രാജ്യത്തിൻ്റെ ഒരു വലിയ വ്യവസായിയെ ഇങ്ങനെ ആ രാജ്യമായിട്ട് പിണക്കുന്നതിന് വേണ്ടിയില്ല നിരന്തരം ആക്രമിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ കേസ് വന്നില്ല, അദ്ദേഹം അവിടുന്ന് പൈസ അവിടുന്ന് കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് കൈക്കൂലി കൊടുത്തെന്നും പറഞ്ഞുകൊണ്ടൊക്കെ ഉള്ളു. ഒരു തെളിവില്ലാത്ത ഒരു ആരോപണം വീണ്ടും അദ്ദേഹത്തിന്. അപ്പോൾ ഇതിനെല്ലാം ഇന്ത്യക്കെതിരെ, ഇന്ത്യൻ വ്യവസായികൾക്കെതിരെ, ഇന്ത്യക്കെതിരെ ഏത് രീതിയിൽ വരുന്നതിന് അത് ആ റിപ്പബ്ലിക്കൻ പാർട്ടി, ട്രംപും അല്ലെങ്കിൽ മസ്കും എല്ലാം കൂടെ കൂടിയുള്ള ഒരു പോക്ക്, അത് ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള പോക്ക്, ഇന്ത്യക്ക് ഗുണമുണ്ടാകുന്ന 7 ട്രില്യണിലേക്ക് പോകാൻ, നമ്മുടെ GDP ഗ്രോത്ത് വളർത്താൻ, എല്ലാ രീതിയിലും നമുക്ക് സംരക്ഷണം തരാൻ അല്ലെങ്കിൽ ഉതകുന്ന രീതിയിലേക്ക് ലോകക്രമത്തെ ഉരുത്തിരിക്കുന്നത്. നമ്മുടെ ശത്രു അമേരിക്കയുടെ ശത്രു. ഇതൊരു വല്ലാത്തൊരു രീതിയാണ് തുടക്കത്തിൽ നമ്മൾ കണ്ടുകൊണ്ട് പോകുന്നത്. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്തുവായാലും ട്രംപും മോദിയും കൂടി എന്തൊക്കെയോ തീരുമാനിച്ചു, എന്തൊക്കെയോ നടപ്പാക്കാൻ പോകുന്ന ഒരു രീതിയാണ് നമുക്ക് കാണുന്നത്. ഇതുവരെയുള്ള റിസൾട്ട് നമ്മൾക്ക് അനുകൂലമാണ്, നമ്മളുടെ മാത്രം ഭാഗമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.